ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. 6 മാസം വരെ കൃത്യമായിട്ട് പ്രഗ്നൻസി നോക്കിയിട്ടും നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. ആ 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മൊമെൻറ്റിൽ തന്നെ നമുക്ക് സംഭവിക്കുന്ന കാര്യമാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അണ്ടം ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് മാക്സിമം ഒരു മണിക്കൂറിനകത്തായിരിക്കും. എന്നാൽ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് നടക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 മുതൽ 12 ദിവസത്തിനകത്തായിരിക്കും. ഫെർട്ടിലൈസേഷൻ നമുക്ക് നടക്കുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണെങ്കിൽ അവിടെ നിന്ന് ഒരു പുഷിങ് എഫക്റ്റ് കിട്ടി ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് ട്രാവൽ ചെയ്ത് സെൽ ഡിവിഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ യൂട്രസിൻ്റെ ക്യാവിറ്റിക്കകത്തേക്ക് എത്തുന്നത്. അത്രയും വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അണ്ടത്തിനും ബീജത്തിനും ക്വാളിറ്റി ഉണ്ടായാൽ മാത്രം മതി. കാരണം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തിട്ട് മുൻപോട്ടേക്ക് പോകണമെങ്കിൽ അണ്ടത്തിനും ബീജവും കൃത്യമായിട്ട് സ്റ്റേബിൾ ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ഒരു മിനിറ്റ് കൊണ്ട് നടക്കുന്ന പ്രോസസ്സ് അല്ലാതെ കൃത്യമായിട്ട് എൻഡോമെട്രിയം ലൈനിങ്ങിൻ്റെ അവിടെ എത്തി നല്ലൊരു എൻവയോൺമെൻറ്റ് അവിടെ കണ്ടുപിടിച്ച് അവിടുത്തെ ടിഷ്യൂസൊക്കെ റിമൂവ് ചെയ്ത് അവിടേക്ക് ചൂഴ്ന്നിറങ്ങിയിട്ട് ഉറപ്പിച്ചിട്ടാണ് നമ്മുടെ എംബ്രിയോ വളരാനായിട്ട് തുടങ്ങുന്നത്. ഈ സമയത്ത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ആക്റ്റീവ് അല്ലാതായിട്ട് ഇരിക്കുന്നതാണ്. നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതാണ് ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നോർമലായിട്ട് നിൽക്കുന്ന ഒരാൾ നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂസ് കൊണ്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും നിങ്ങൾക്ക് ശരീരത്തിൽ പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴാണ് പലർക്കും പ്രഗ്നൻസി അവിടെ കുറഞ്ഞു പോകുന്നത്, പ്രഗ്നൻസിയുടെ ചാൻസസ് അവിടെ കുറയുന്നത്, എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് തിക്കണായിട്ട് വളരാത്തത്. ഇതെല്ലാം വരുന്നൊരു അവസരങ്ങളിൽ ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു റീസൺ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത, കാരണം AMH ഒക്കെ കൃത്യമാണ്, എഗ്ഗ് കൃത്യമായിട്ട് വളരുന്നുണ്ട്, മോട്ടിലിറ്റി ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ എല്ലാം ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആകാത്തത് ചിലപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടായിരിക്കും. ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യാമെന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഐഡിയലായിട്ട് ഇരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഐഡിയലായിട്ട് ഇരിക്കാതിരിക്കുക എന്ന് പറയുമ്പോഴേക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് പലർക്കും പേടിയാണ്. എന്തെങ്കിലും കുമ്പിട്ട് നിന്ന് എടുത്തു കഴിഞ്ഞാൽ പ്രഗ്നൻസി അഫക്റ്റ് ചെയ്യുമോ, ജോലി ചെയ്യാനായിട്ട് പാടുണ്ടോ, അടിച്ചു വാരാവോ, മുറ്റടിക്കാവോ, കുമ്പിട്ട് നിന്ന് അലക്കാമോ, ഇങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് ടെൻഷനാണ്. ഇതൊക്കെ ചിന്തിച്ച് കഴിയുമ്പോഴേക്കും പലരും ചെയ്യുന്ന ഒരു കാര്യം ഒന്നും ചെയ്യേണ്ട, എവിടെയെങ്കിലും ഒന്നിരിക്കാം. കാരണം അവരുടെ സ്ട്രഗിൾ കൊണ്ടാണ്, അവരുടെ അവസ്ഥ കൊണ്ടാണ് അവരങ്ങനെ ചിന്തിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സാധാരണയായിട്ട് ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നത് നമ്മൾ ആ ഒരു സമയത്ത് ഐഡിയലായിട്ട് ഇരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ബോഡിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടേണ്ട സമയമാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം. ഈ സമയത്ത് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു തുടങ്ങേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സസൈസുകൾ ചെയ്യാം, ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് മൈൽഡ് ആയിട്ടുള്ള വാക്കിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ എത്തുമ്പോഴേക്കും എൻഡോമെട്രിയൽ ടിഷ്യൂസ് കൃത്യമായിട്ട് തിക്കണായി നിൽക്കുന്നതിനും ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറേയും കൂടി ഇൻക്രീസ് ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നു. പലർക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് എക്സസൈസുകൾ ചെയ്യാനായിട്ട് പേടിയാണ്, കാരണം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമായി പോകുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയുള്ളവർക്ക് പേടിയോടുകൂടി എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. മൈൽഡ് ആയിട്ടുള്ള വാക്കിംഗ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പലരും ചിന്തിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഫിസിക്കലി ഒരിക്കലും ആക്റ്റീവ് അല്ലാതായിട്ട് നമ്മൾ ഇരിക്കുന്നില്ലല്ലോ, കാരണം നമ്മൾ ജോലികൾ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നമ്മൾ ഐഡിയൽ അല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. നോർമലി നമ്മുടെ എൽഡർ ജനറേഷന് ഉണ്ടായത് അത്രയും നമ്മൾ ആക്റ്റീവ് അല്ലെന്ന് വേണം ശരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ കൂടുതലായിട്ട് അലക്കേണ്ട ആവശ്യമില്ല, തിരുമേണ്ട ആവശ്യമില്ല, മുറ്റമടിക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വരുന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും അതിനനുസരിച്ചിട്ട് തന്നെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ സമയങ്ങളിൽ എത്രത്തോളം ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ മൈൻഡ് കൂടുതൽ ഒറ്റപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിക്കാനായിട്ട് തുടങ്ങും. ഓരോ ലക്ഷണങ്ങളെ നമ്മൾ കൂടുതലായിട്ട് ബോധർ ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പോൾ മുഖത്ത് കുരു വരുന്നുണ്ട്, അത് പ്രഗ്നൻസിയുടേതല്ല പീരീഡ്സിൻ്റെ ആണെന്ന് നമ്മൾ ചിന്തിക്കും. അല്ലെങ്കിൽ പീരീഡ്സ് പോലെ ക്രാംസ് നമുക്ക് വരും. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ അടുത്തതായിട്ട് ചിന്തിക്കും പീരീഡ്സ് ആകാനായിട്ട് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ക്രാംസ് വരുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അടുത്ത തവണയും നമുക്ക് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യും? എൻ്റെ പ്രശ്നം കൊണ്ടാണല്ലോ പ്രഗ്നൻസി നീണ്ടു പോകുന്നത്, എനിക്ക് PCOD ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇങ്ങനെ ഓരോന്നും നമ്മൾ തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഓവർ തിങ്കിങ് ശരീരത്തിൽ ആ ഒരു പ്രവർത്തനം ശരീരത്തിൽ സംഭവിക്കുമ്പോഴേക്കും ഇതിൻ്റെ ഭാഗമായിട്ട് ഹോർമോണൽ ഇംബാലൻസസ് പലർക്കും ശരീരത്തിൽ ഉണ്ടാകുന്നു. അതുമാത്രമല്ല സ്ട്രെസ് ഹോർമോൺസ് ശരീരത്തിൽ കൂടുതലായിട്ടും ഇൻക്രീസ് ആവുന്നു. ഓൾറെഡി നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. മൂഡ് സ്വിങ്സ് ഉണ്ടാകുമ്പോഴേക്കും പലർക്കും ഉണ്ടാകുന്നതിൻ്റെ ഒരു വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് സ്ട്രെസ് കൂടുക എന്നുള്ളത്. നമ്മളുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് കൂടുതലായിട്ടും ഇൻക്രീസ് ആകുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മളും കൂടി ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴേക്കും അതിൻ്റെ ഭാഗമായിട്ട് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് ചേച്ചി സ്ട്രെസ് ഇല്ലാതെ ഇരിക്കാനായിട്ട് പറ്റുന്നില്ല, സ്ട്രെസ് ഇല്ല അത് വേണ്ട അത് നല്ലതല്ല എന്നറിയാം, പക്ഷെ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർ മാക്സിമം ആ ഒരു സമയങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല നല്ല വെബ് സീരീസുകൾ കാണുക, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾ കഥകൾ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഈ സമയത്ത് വായിക്കാൻ പറ്റുന്ന കഥകളെന്ന് പറയുന്നത് അമർ ചിത്രകഥകൾ, അല്ലെങ്കിൽ പഞ്ചതന്ത്രം കഥകൾ, നസറുദ്ദീൻ മുല്ലയുടെ കഥകൾ, തെന്നാലി രാമൻ കഥകൾ, കുട്ടി കുട്ടി സ്റ്റോറീസ് ആണെങ്കിലും ഇതെല്ലാം നിങ്ങളിൽ ഒരു പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്ന കഥകളാണ് അതെല്ലാം തന്നെ. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റോറി ബുക്സ് ഒക്കെ നിങ്ങൾ എടുത്തു വെക്കുക. വായിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിലും അങ്ങനെയുള്ള ബുക്സൊക്കെ നിങ്ങൾ വായിക്കുക. കൂടുതൽ ഇപ്പോൾ ഫോണിലാണെങ്കിലും മറ്റുള്ള TV സീരിയൽസ് ഒക്കെ കാണുന്നത് നിങ്ങൾ കുറയ്ക്കുക. കാരണം ഏതെങ്കിലും ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ മനസ്സ് കൂടി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും, അയ്യോ അങ്ങനെ സംഭവിച്ചല്ലോ. അങ്ങനെയുള്ള സിറ്റുവേഷനൊന്നും നമ്മൾ ഇട കൊടുക്കാതിരിക്കുക. മാക്സിമം ഇങ്ങനെയുള്ള ബുക്സിൻ്റെയൊക്കെ ഒരു സ്റ്റോറേജ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പാട്ടുകൾ ധാരാളം കേൾക്കുക, നിങ്ങളുടെ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആകും. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇംപ്ലാന്റേഷൻ നിങ്ങൾക്ക് നടക്കുമെന്നാണ് എല്ലാ ഡോക്ടേഴ്സും പറയുന്നത്. ഇത് അത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ടിപ്പ് നിങ്ങളുടെ മൈൻഡിനെ കൂടുതലായിട്ടും ഐഡിയലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. രണ്ടാമത്തേത് നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടും പ്രഗ്നൻസി നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടു നോക്കുക. ഫർദറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടുള്ള വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.